Good morning students. Functional units of a computer എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. നമുക്ക് ഒന്നാമത്തെ യൂണിറ്റാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ യൂണിറ്റാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. മൂന്നാമത്തെ യൂണിറ്റ് മെമ്മറി യൂണിറ്റ്. നെക്സ്റ്റ് വൺ ഔട്ട്പുട്ട് യൂണിറ്റ്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മൾ ഇത്രയും യൂണിറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എക്സാമിന് ഇത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇവിടെ ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ത്രൂ ഇൻപുട്ട് ഡിവൈസസിലൂടെ, അതായത് ഇൻപുട്ട് യൂണിറ്റിലൂടെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത അറ്റ് എ ടൈം സെക്കൻഡറി സ്റ്റോറേജ് വഴി പ്രൈമറി സ്റ്റോറേജ്, ദെൻ അതിലൂടെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ യൂണിറ്റിൻ്റെ സഹായത്തോടു കൂടി കാൽക്കുലേഷൻ, കമ്പാരിസൺ ഇവ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ദെൻ അത് വീണ്ടും വേണമെങ്കിൽ വീണ്ടും ഇൻപുട്ടായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡാറ്റ റൊട്ടേറ്റ് ചെയ്ത് വരാം. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം, തിരിച്ച് സ്റ്റോറേജിലേക്ക് തന്നെ പോവാം. സ്റ്റോറേജ് പോയ ശേഷം പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് എന്ത് പറയുന്നത്, ആ ഒരു തിരിച്ച് റിട്ടേൺ ഇവിടെ വീണ്ടും ആരോ മാർക്ക് റിവേഴ്സ് കാണിച്ചിരിക്കുന്നത്. ദെൻ അത് ഔട്ട്പുട്ടായിട്ട് എന്ത് ചെയ്യുന്നു, പബ്ലിക്കിന് റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് പബ്ലിക്കിന് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. ആ ഇൻപുട്ട് എന്ത് ചെയ്യുന്നു, ദെൻ കമ്പ്യൂട്ടറിലേക്ക് സെക്കൻഡറി സ്റ്റോറേജ് മുഖാന്തരം പ്രൈമറി സ്റ്റോറേജിലെത്തുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, കൺട്രോൾ യൂണിറ്റിൻ്റെ സഹായത്തോടു കൂടി അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് വഴി എന്ത് ചെയ്യുന്നു, അവിടെ പ്രോസസ്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. വീണ്ടും കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഫൈനലി കിട്ടുന്ന റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് റിട്ടേൺ സ്റ്റോറേജ് യൂണിറ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഇൻ കേസ് സ്റ്റോറേജ് യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ വീണ്ടും നമ്മൾ റീപ്രോസസ്സിങ്ങിന് പരിഗണിക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ ഒരു ആരോ മാർക്കിലൂടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അവിടെ വീണ്ടും ഈ പറഞ്ഞ റീപ്രോസസ്സിങ്ങിന് വേണ്ടി പരിഗണിക്കും. അപ്പോൾ നമ്മളുടെ പ്രോസസ് ചെയ്ത റിസൾട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പ്രൈമറി സ്റ്റോറേജ് വഴി സെക്കൻഡറി സ്റ്റോറേജിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ റിസൾട്ട് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് യൂണിറ്റ് വഴി പബ്ലിക്കിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. ദെൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. അതിനകത്ത് ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ കമ്പോണൻസ് ആണ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻടാഞ്ചിബിൾ കമ്പോണൻസ് ആണ്. ഹാർഡ്വെയറിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇൻപുട്ട് യൂണിറ്റ് എന്നും CPU, ദെൻ അതുപോലെ തന്നെ മെമ്മറി യൂണിറ്റ്, ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ്. ദെൻ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പ്രോസസ്സർ ഈസ് ദ കമ്പ്യൂട്ടേഴ്സ് ബ്രെയിൻ. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് പറഞ്ഞാൽ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മുൻ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ബേസിക് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് എ പ്രോസസ് ബേസിക് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ എ മെമ്മറി. മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ബേസിക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് കോർഡിനേറ്റ് ആൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. കമ്പ്യൂട്ടറിൻ്റെ ഈ പറഞ്ഞ CPU എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുകയും അതിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും ടാസ്കുകളോടെ കോർഡിനേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യിപ്പിച്ച് അതിലൂടെ കിട്ടുന്ന റിസൾട്ട് വെച്ചൊരു ഡിസിഷൻ, ട്രൂ ഓർ ഫാൾസ് എന്ന രീതിയിൽ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താനും അത് സഹായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഡിറ്റർമിൻ ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ കംപ്ലീറ്റ് ഓവറോൾ പെർഫോമൻസ് കംപ്ലീറ്റും കോർഡിനേറ്റ് ചെയ്യുന്നൊരു യൂണിറ്റാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. It is a package that contain transistors and other components into a silicon chip referred as a microprocessor. അപ്പോൾ normally it is a package that contains transistors and other components into silicon chip referred as the microprocessor. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, മൈക്രോ പ്രോസസ്സർ ഉണ്ട്. മൈക്രോ പ്രോസസ്സറിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്,
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാക്കേജ് ഈ പറഞ്ഞ ട്രാൻസിസ്റ്റേഴ്സ് അതുപോലെ തന്നെ കമ്പോണൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇതിൻ്റെ അവിടെ എല്ലാ പ്രോസസ്സിങ്ങും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. രജിസ്റ്റേഴ്സ് ആർ ദ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഇൻസൈഡ് ദ CPU. രജിസ്റ്റേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം താൽക്കാലിക സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു ഏരിയയാണ്. നോർമലി ഈ പറഞ്ഞ CPU-ക്കകത്ത് നമ്മൾ ചെയ്യുന്ന സാധാരണ ഈ പറഞ്ഞ ടെമ്പററി ആയി ചെയ്യുന്ന നമ്മൾ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യും അതിനകത്ത് സ്റ്റോർ ചെയ്യും. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇറ്റ് കൺട്രോൾ ഓപ്പറേറ്റ് ആൻഡ് കോർഡിനേറ്റ് ആൾ ദ ഓപ്പറേഷൻസ് ആയ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനകത്തുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ വർക്കൗട്ട് ചെയ്ത് കോർഡിനേറ്റ് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ചുമതലയാണ് ആർക്കുള്ള CPU-ന് ഉള്ളത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എ മൈക്രോ പ്രൊസസർ വിച്ച് ഈസ് എ സിംഗിൾ ചിപ്പ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എ മൈക്രോ പ്രൊസസർ. അപ്പോൾ CPU നമുക്ക് ഏത് പേരിലൂടെ അറിയപ്പെടാം? പറഞ്ഞ മൈക്രോ പ്രൊസസർ വിച്ച് ഈസ് എ സിംഗിൾ ചിപ്പ്. ഒറ്റ ചിപ്പാണുള്ളത്. വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് തന്നെ ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഹാസ് 2 പാർട്സ്. CPU-ന് 2 പാർട്സാണുള്ളത്. കൺട്രോൾ യൂണിറ്റ് പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ആൾ ആക്ടിവിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ. ഇറ്റ് വർക്ക് ലൈക്ക് എ നെർവ് സിസ്റ്റം ഇൻ അവർ ബോഡി. കമ്പ്യൂട്ടറിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കുറേ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുന്നതും ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കമ്പ്യൂട്ടറിൻ്റെ നെർവ് സിസ്റ്റം ആണെന്ന് പറയുവാൻ സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് ആണ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ALU എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് പെർഫോം ആൾ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. കമ്പ്യൂട്ടറിനകത്തുള്ള CPU-നകത്തുള്ള കംപ്ലീറ്റ് കാൽക്കുലേഷൻസും കമ്പ്യൂട്ടേഷൻസും കംപ്ലീറ്റ് ആയി ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് എന്നുള്ളത് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്താണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. നോക്കാം. In digital, electronic and arithmetic logic unit is a digital circuit that perform integer, arithmetic and logical operations. The ALU is a fundamental building block of the central processing unit of a computer. Arithmetic logic unit പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന കംപ്ലീറ്റ് കാൽക്കുലേഷൻസും കമ്പാരിസൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. 2 വാല്യൂസും പരസ്പരം കമ്പൈൻ ചെയ്യുക, അതുപോലെ തന്നെ വലിപ്പ ചെറുപ്പം ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നടത്താൻ, പിന്നെ അതുപോലെ തന്നെ 2 വാല്യൂസ് പെർസെൻറ്റ് അഡീഷൻ ആവറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അരിത്തമാറ്റിക്കായ കംപ്ലീറ്റ് കാര്യങ്ങൾ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ കമ്പൈൻ സെപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്നുള്ളത് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്നതുകൊണ്ട് അർത്ഥം ആക്കുന്നത്. കൺട്രോൾ യൂണിറ്റ്. എന്താണ് കൺട്രോൾ യൂണിറ്റ്? ദ കൺട്രോൾ യൂണിറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ central processing unit that direct operations on the processor. It tells the computer's memory, arithmetic or logic unit and input and output devices how to respond to a program instructions. Control unit പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇവിടെ എന്താണ്? Control unit is a components of a computer central processing unit that direct operations of the processor. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസും അവിടെ റിസീവ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു? റൈറ്റ് പാത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കൺട്രോൾ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടും റൈറ്റ് പാത്തിലേക്ക് പാസ് ചെയ്ത് പോവുകയാണ് ആര് ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ്. നെക്സ്റ്റ് വൺസ് ഒരു സ്റ്റെപ്പ് ചെയ്തു, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഏത് ഫ്ലോയിലേക്കാണ് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് റൈറ്റ് പാത്ത് ഫോർവേഡ് ചെയ്യുന്നൊരു യൂണിറ്റാണ് എന്നുള്ളത് കൺട്രോൾ യൂണിറ്റ് എന്നതുകൊണ്ട് അർത്ഥം ആക്കുന്നത്. രജിസ്റ്റേഴ്സ്. They are used to retrieve and store data at an extreme speed when manipulations are done by the CPU in a temporary base. താൽക്കാലികമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രോസസ്സിങ്ങിന് വേണ്ടി ഡാറ്റ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എപ്പോഴും എന്താണ്? സ്ഥിര സ്റ്റോറേജ് അല്ല, താൽക്കാലിക ടെമ്പററി സ്റ്റോറേജ് മാത്രമാണ്. ഇവിടുന്ന് പ്രോസസ്സിങ്ങിനായിട്ട് ഡാറ്റ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സ്റ്റോറേജ് യൂണിറ്റ്.
they are used to store any type of data and information and also can retrieve when the user or other devices are needed. സ്റ്റോറേജ് യൂണിറ്റ് പറഞ്ഞാൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന, നമ്മൾ വർക്ക് ചെയ്ത പ്രോഗ്രാംസ് ആണെങ്കിലും ഫയൽസുകളൊക്കെ ആണെങ്കിലും സ്ഥിരതയോടുകൂടി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു യൂണിറ്റാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് സമയത്താണ് അത് തിരിച്ചാവശ്യമായി വരുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് റിട്രീവ് ചെയ്തെടുക്കുവാൻ ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ പഴയ കാലം ഇന്നത്തെ കാലം വളരെ ഡിഫറൻ്റ് ആണ്. പഴയ ഇപ്പോൾ ഒരു സ്കൂൾ തന്നെയാണ് വിചാരിക്കുക, സ്കൂളിനകത്ത് ഓഫീസിലുള്ള മുഴുവൻ ഡോക്യുമെൻസും അല്ലെങ്കിൽ കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ പണ്ടൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് മെത്തേഡാണ്. ബുക്ക് കീപ്പിംഗ് മെത്തേഡ് പറഞ്ഞാൽ ബുക്കിലൊക്കെ എഴുതി തയ്യാറാക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണ് പണ്ട്. ഇപ്പോഴും ആ ഒരു മെത്തേഡ് ഉണ്ട്. ബട്ട് നമുക്ക് ഏറെക്കുറെ കുട്ടികളുടെ പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ട ഏറെക്കുറെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൂട്ടർ എന്തെങ്കിലും ഡീറ്റെയിൽസ് പെട്ടെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സിസ്റ്റമാറ്റിക് ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതേസമയം പഴയൊരു മെത്തേഡാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു മെമ്മറി നമുക്ക് രണ്ടായി തരംതിരിക്കാം. പ്രൈമറി മെമ്മറി നമുക്ക് എന്ത് പറയാം, മെയിൻ മെമ്മറി, റാം, റോം, റാൻഡം ആക്സസ് മെമ്മറി എന്നും റീഡ് ഓൺലി മെമ്മറി എന്നും നമുക്ക് പറയാവുന്നതാണ്. ദെൻ സെക്കൻഡറി മെമ്മറി, അതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറീസ് മെമ്മറി എന്നാണ് പറയുക. അതിൽ എക്സാമ്പിൾസ് ഹാർഡ് ഡിസ്ക്, CD, DVD, USB, ഡ്രൈവ്, മെമ്മറി കാർഡ്സ്. നമുക്ക് സാധാരണ ഹാർഡ് ഡിസ്ക്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, അതുപോലത്തെ നമ്മൾ CBക്കകത്തൊക്കെ ഒരു ഹാർഡ് ഡിസ്ക് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. അതൊക്കെ നോർമലി സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ CD പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക്, നമ്മൾ സാധാരണ കല്യാണ CD എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫിലിം CD കുറേ ഉണ്ടാകുമല്ലോ, അപ്പോൾ അതൊക്കെ നോർമലി കോമ്പാക്ട് ഡിസ്ക്. ദെൻ DVD പറഞ്ഞാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, DVD സ്റ്റോറേജ് കൂടുതലുള്ളൊരു ഡിസ്ക്കാണ് DVD. ദെൻ USB യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറയും. നോർമലി നമ്മളൊക്കെ ഒരു ചെറിയൊരു നമ്മുടെ ചെറുവിരലിൻ്റെ പകുതി നീളത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് തുണ്ട് പോലൊരു സാധനമാണത് USB എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പെൻ ഡ്രൈവ് എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, USB ഡ്രൈവ്. ദെൻ മെമ്മറി കാർഡ്സ് പറഞ്ഞാൽ ഫോണിലൊക്കെ നമ്മൾ മെമ്മറി കാർഡ്സ് ഉപയോഗിക്കാറുണ്ട്. മെമ്മറി കാർഡ് അറിയാമല്ലോ. ഓക്കെ. ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ്, to communicate the results processing to the external world. നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് പല കണ്ടീഷൻസിൻ്റെ ബേസിൽ പ്രോസസ്സ് ചെയ്ത് കിട്ടിയ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറഞ്ഞ ഔട്ട്പുട്ട് യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദേ ട്രാൻസ്ലേറ്റ് മെഷീൻ റെപ്രസെൻറ്റേഷൻ ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ പ്രോസസ്സ് ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഹ്യൂമൻ ബീയിങ്സിന് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരികയാണ് അവിടെ ചെയ്യുന്നത്. So it is an electromechanical devices. They are monitors, printers, നമുക്കറിയാം ഔട്ട്പുട്ട് കാണിക്കാനായിട്ട് നമുക്ക് രണ്ടിലുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ് കോപ്പി ആയിട്ടും ഹാർഡ് കോപ്പി ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് സാധാരണ കാണുവാൻ സാധിക്കുക. അതിൽ സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലൂടെ നമ്മൾ കാണുന്ന ഔട്ട്പുട്ടുകളെയൊക്കെ നമുക്ക് എന്ത് പറയാം, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറയാം. അതേസമയം കമ്പ്യൂട്ടറിനകത്ത് കാണുന്ന സ്ക്രീനിലൂടെ കാണുന്ന ആ ഒരു ഔട്ട്പുട്ടിനെ നമ്മളൊരു പ്രിൻ്റർ ഉപയോഗിച്ചൊരു പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാം, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറയാം. ഇതെന്താണ് കമ്പ്യൂട്ടർ എന്നിവിടെ പറയുന്നുണ്ട്. കമ്പ്യൂട്ടറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ള കാര്യം പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ designed to accept and store input data, then process them and produce the output as a results under the direction of stored program concept. അപ്പോൾ നോർമലി നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വർക്കാവുന്ന സോഫ്റ്റ്വെയറിൻ്റെ ബേസിസിൽ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കണ്ടീഷൻസിൻ്റെ ബേസിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് കംപ്ലീറ്റും പ്രോസസ്സ് ചെയ്യുന്നു. ദെൻ പ്രോസസ്സ് ചെയ്ത ശേഷം ആ റിസൾട്ട് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്.
ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക് പ്രോസസ്സ് ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യാം, ഒരു യൂസർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഡാറ്റാസിനെ പ്രോസസ്സ് ചെയ്ത് എടുക്കാനും സാധിക്കും. ഓക്കെ. For data processing, input devices, central processing unit, output devices and memory devices are used for input, process, output, storage respectively. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ഡിവൈസസ്, അതുപോലെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അതുപോലെ തന്നെ മെമ്മറി ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട് ആൻഡ് സ്റ്റോറേജ് റെസ്പെക്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ ഡിവൈസസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂണിറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ വീഡിയോയിൽ ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കണ്ടൻറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.